നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സൈക്കോളജിസ്റ്റിന് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. പക്ഷേ നമ്മളിൽ എത്ര പേർക്ക് അറിയാം ശരിക്കും എന്താണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന്? അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ ചോദിക്കുക എന്താ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, നിങ്ങൾ എങ്ങനെയാണ് അത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴും അതിനൊരു ഉത്തരം ഉണ്ടാവുമോ? സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, എന്തുകൊണ്ടാണ് അതൊരു തെറപ്പി സെറ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമുക്കത് നമ്മുടെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നെല്ലാമാണ്. എൻ്റെ പേര് അഷിത, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നുള്ള ടേം ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്നാണ് അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് കാൾ റോജേഴ്സ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ ബേസിക്കലി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യനെ ജഡ്ജ്മെൻറ്റ്സ് ഒന്നുമില്ലാണ്ട് അവരുടെ ലൈഫ് ചോയ്സസിൻ്റെ പേരിലോ അവർക്കുണ്ടായിട്ടുള്ള സ്ട്രഗിൾസിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസിൻ്റെ പേരിലോ ഒന്നും ജഡ്ജ് ചെയ്യാണ്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് റിഗാർഡിനെയാണ് UPR അഥവാ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഒറ്റ റീസൺ കാരണമാണ് ബാക്കി റിലേഷൻഷിപ്സിൽ നിന്ന് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കുറച്ച് ഡിഫറെൻ്റ് ആവുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് യൂഷ്വലി കുട്ടിക്കാലം മുതലേ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സ് ഒക്കെ കണ്ടീഷണൽ ആണ്. ഓക്കെ, നീ നല്ല മാർക്ക് മേടിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം, അല്ലെങ്കിൽ നീ ഒരു നല്ല സണ്ണായിട്ടിരുന്ന അല്ലെങ്കിൽ നല്ലൊരു ഡോട്ടറായിട്ടിരുന്നാൽ സ്നേഹിക്കാം, നല്ല കുട്ടി അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാവില്ല, നല്ല കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. ഈ ഒരു രീതിയിലാണ് ബാക്കി റിലേഷൻഷിപ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു തെറപ്പിസ്റ്റ് ഒരു ക്ലയൻറ്റിന് കൊടുക്കുന്ന അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എങ്ങനെയായിരിക്കണം? അവരുടെ ആക്ഷൻസിനെ വെച്ചോ അവരുടെ ലൈഫ് ചോയ്സസിനെ വെച്ചോ ജഡ്ജ് ചെയ്യാണ്ടുള്ള അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ആൻഡ് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇത് ബാക്കി റിലേഷൻഷിപ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആവുന്നത്. ഇത് അവർ ഏൺ ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമ്മളായിട്ട് അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബാക്കി റിലേഷൻഷിപ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ പവർഫുൾ ആണ്. എന്തുകൊണ്ടായിരിക്കും അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് തെറപ്പി റൂമിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? എന്നെ ആസ് എ ഹ്യൂമൻ ബീങ് എൻ്റെ തെറപ്പിസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, എൻ്റെ ലൈഫ് ചോയ്സസ് എന്തും ആയിക്കോട്ടെ, എൻ്റെ ഇപ്പോൾ ഫീൽ ചെയ്യുന്ന ഇമോഷൻസ് എന്തും ആയിക്കോട്ടെ, പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്നെ ഒരാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് എന്നെ മാക്സിമം ഓപ്പൺ അപ്പ് ആവാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ്സ് അവരുടെ ഏറ്റവും ഓണസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള അത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ മാത്രമാണ് അവർ ആ ഡിഫെൻസീവ് മൂഡിൽ നിന്നൊന്ന് മാറിയിട്ട് അവരുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഇമോഷൻസും അവരുടെ തോട്ട്സും എല്ലാം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുള്ളൂ. സോ ഈ ഒരു അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ്സ് എപ്പോഴും അവരുടെ ആ ഒരു നമ്മൾ സ്വീകരിക്കും എന്നവർക്ക് ഉറപ്പുള്ള ഒരു ഫേസ് മാത്രമേ നമ്മുടെ അടുത്ത് കാണിക്കുള്ളൂ. സോ അവർക്ക് അത്രയും വൾണറബിൾ ആയിട്ടുള്ള അവരുടെ ഒരു ഫേസ് നമ്മുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു സ്പേസ് നമുക്ക് അവർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് തെറപ്പി ബാക്കി റിലേഷൻഷിപ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആവുന്നത്? അതുകൊണ്ടാണ് UPR ഒരു തെറപ്പിസ്റ്റിൻ്റെ കയ്യിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആവുന്നത്. പലപ്പോഴും തെറപ്പിസ്റ്റിൻ്റെ ഇടയിൽ തന്നെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. നമ്മൾ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ആണെന്ന് വിചാരിച്ച് ചെയ്യുന്ന എന്നാൽ ശരിക്കും അത് UPR അല്ലാത്ത കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് സപ്പോർട്ടിങ് ദി നെഗറ്റീവ് ബിഹേവിയർ ഓഫ് അവർ ക്ലയൻറ്റ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഓക്കെ, ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണ്, ചിലപ്പോൾ അവർ മോറലി അല്ലെങ്കിൽ ലീഗലി തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്തു എന്നായിരിക്കും നമ്മുടെ അടുത്ത് വന്ന് അഡ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ജസ്റ്റ് ബിക്കോസ് നമുക്ക് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുക്കണം എന്നുള്ള പേരിൽ മാത്രം ഓക്കെ ദാറ്റ്സ് ഫൈൻ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് ചോദിച്ചിട്ടുണ്ട്, മാം ഞാനൊരു ഹസ്ബൻഡ് അല്ലേ, ദേഷ്യം വരുന്ന സമയത്ത് ഭാര്യേനെ ഒന്ന് അടിക്കുന്നത് ഒരു തെറ്റാണോ എന്ന് എൻ്റെ ക്ലയൻറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ സിറ്റുവേഷനിൽ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുക്കണമല്ലോ എന്നുള്ള ഒരു പേരിൽ മാത്രം ദാറ്റ്സ് ഓക്കെ, എത്ര വേണേലും ഭാര്യേനെ അടിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അയാൾ വീണ്ടും ഒരു അബ്യൂസർ ആയേനെ. പകരം നമുക്ക് ആ സിറ്റുവേഷനിൽ പൊളൈറ്റായിട്ട് തന്നെ ജെൻറലായിട്ട് തന്നെ ആളോട് പറഞ്ഞു കൊടുക്കാം, അതൊരു മോശം ബിഹേവിയർ ആണ്, ഞാൻ ഒരു രീതിയിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു തെറപ്പിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തതായിട്ട് നമുക്ക് കോമൺലി ഉള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ് നമ്മൾ പാസീവായിട്ട് ഇരുന്നിട്ട് ക്ലയൻറ്റിന് ഹോൾ കൺട്രോൾ കൊടുക്കണം എന്നുള്ളത്. ആക്ച്വലി അത് അങ്ങനെയല്ല. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴും നമ്മൾ അവിടെ കംപ്ലീറ്റ്ലി പാസീവ് ആവാൻ പാടില്ല. UPR കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ക്ലയൻസിനെ ചാലഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ അവർക്കൊരു ഓൾട്ടർനേറ്റീവ് പേഴ്സ്പെക്റ്റീവ് കൊടുക്കാനും എല്ലാം സാധിക്കും. അടുത്തൊരു കാര്യമാണ് UPR മീൻസ് നമ്മൾ ക്ലയൻസിൻ്റെ പ്രോബ്ലംസ് നമ്മുടേതായിട്ട് എടുക്കണം എന്നുള്ളത്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ക്ലയൻസിൻ്റെ
ഇഷ്യൂസ് ക്ലയൻസിൻ്റേതാണ്, നമുക്കുള്ളത് ഒരു ഫെസിലിറ്റേറ്റർ റോളാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് നമുക്കുണ്ടാവുന്ന ബേൺ ഔട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്താണെന്ന് നോക്കി, അതെന്തല്ല എന്ന് നോക്കി. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ UPR നമുക്ക് നമ്മുടെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാം. ആസ് എ തെറപ്പിസ്റ്റ് നമുക്ക് ക്ലയൻസിന് UPR എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് റാഡിക്കൽ സെൽഫ് അവെയർനെസ്. എനിക്ക് കുറച്ച് കാര്യങ്ങളിൽ ബയസ് ഉണ്ട്, ഓക്കെ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ മൈൻഡിൽ അല്ലെങ്കിൽ എൻ്റെ ബ്രെയിനിൽ ഇത് പോപ്പപ്പ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലാക്കാനും ആ ഒരു മൊമെൻറ്റിൽ തന്നെ അത് സെറ്റ് അസൈഡ് ചെയ്ത് എൻ്റെ ക്ലയൻറ്റിന് വേണ്ടി അവിടെ 100% പ്രസൻറ്റ് ആവാനും എനിക്ക് സാധിക്കണം. ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്ത് എൻ്റെ ക്ലയൻറ്റ് കൺഫസ് ചെയ്യാണ് അവർ കുറച്ച് മോറലി റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് എത്തിക്കലി റോങ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു, അങ്ങനെ ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ക്ലയൻറ്റ് എൻ്റെ അടുത്ത് കൺഫസ് ചെയ്യുക. മേ ബി ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡിൽ വരുന്നൊരു തോട്ട് ഇതായിരിക്കും, അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളൊരു തോട്ട് ചിലപ്പോൾ എൻ്റെ മൈൻഡിൽ വരും. ആ തോട്ട് വന്നു എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക, ആ ഒരു മൊമെൻറ്റിൽ തന്നെ കോൺഷ്യസ് ആയിട്ട് ആ തോട്ടിനെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഫോക്കസ് എന്തിലേക്ക് കൊടുക്കുക, എൻ്റെ ക്ലയൻറ്റിന് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുക്കണം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മുടെ ഫോക്കസ് കൊണ്ടുവരിക. അടുത്തതാണ് നമ്മൾ ക്ലയൻറ്റിനെ റിഫ്ലക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ക്ലയൻറ്റിനെ കേട്ടിരുന്നാൽ മാത്രം പോരാ, അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സൊല്യൂഷൻസ് കൊടുക്കുകയും വേണ്ട. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ മിറർ ചെയ്യണം. അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ, ഓക്കെ എൻ്റെ തെറപ്പിസ്റ്റ് എന്നെ ലിസൺ ചെയ്യുന്നുണ്ട്, അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ എൻ്റെ ക്ലയൻറ്റിന് ഫീൽ ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ, എൻ്റെ ക്ലയൻറ്റ് പറയാണ് ഞാൻ ജോബ് ക്വിറ്റ് ചെയ്തു, അതൊരു ഇമ്പൾസീവ് ഡിസിഷൻ ആയി പോയോന്ന് എനിക്ക് പേടിയുണ്ട്, ഇപ്പം എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ അടുത്ത് ക്ലയൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് കേട്ടോണ്ടിരുന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മളിത് മിറർ ചെയ്യണം. നമ്മൾ അവരുടെ അടുത്ത് ഇതേ കാര്യം തിരിച്ച് ചോദിക്കണം. അതായത് എല്ലാവരും ജഡ്ജ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ, ഇതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിട്ട് തോന്നുന്നുണ്ടല്ലേ എന്നെല്ലാം അവരോട് തിരിച്ച് ചോദിക്കണം. ഓൾസോ അവർക്ക് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത് ഓക്കെ ഇപ്പം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അടുത്ത ജോബിന് കയറിക്കോ എന്നുള്ള രീതിയിൽ ഒരിക്കലും പറയാനും പാടില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓൾവേസ് സെപ്പറേറ്റ് ദ പേഴ്സൺ ഫ്രം ദ ബിഹേവിയർ. നമുക്കൊരാളുടെ ബിഹേവിയറിനെ ഡിസ്ലൈക്ക് ചെയ്യാം, ദാറ്റ്സ് ഓക്കെ, പക്ഷെ നമുക്ക് ഒരിക്കലും നമ്മുടെ ക്ലയൻറ്റിനെ ഡിസ്ലൈക്ക് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ടാണ് ഈ ക്ലയൻറ്റിൻ്റെ ബിഹേവിയർ വേറെയും ഈ ക്ലയൻറ്റ് ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വലും ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഭയങ്കരമായിട്ട് ആങ്കർ മാനേജ്മെൻറ്റിൽ ഇഷ്യൂ ഉള്ളൊരു ക്ലയൻ്റാണ്, ഭയങ്കരമായിട്ട് ലാഷ് ഔട്ട് ചെയ്യുന്ന ഒരു ക്ലയൻ്റ് ആണെങ്കിൽ ആളുടെ ആ ഒരു ബിഹേവിയറിനെ നമുക്ക് ഡിസ്ലൈക്ക് ചെയ്യാം, അതിനെ നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആസ് എ പേഴ്സൺ, ആസ് എ ക്ലയൻറ്റ് നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു പേഴ്സണെ അക്സെപ്റ്റ് ചെയ്യേണ്ടതും അവർക്ക് കണ്ടീഷൻസ് ഒന്നും ഇല്ലാണ്ട് ആ ഒരു പോസിറ്റീവ് റിഗാർഡ് പ്രൊവൈഡ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഹ്യൂമാനിറ്റിക്ക് കൊടുത്ത ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻസിൽ ഒന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ശരിക്കും ഇത് തെറപ്പിസ്റ്റിന് മാത്രം ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി അല്ല, എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഇത് ഉണ്ടായിരുന്നെങ്കിൽ വേൾഡ് വുഡ് ബി എ ബെറ്റർ പ്ലേസ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.